ഒരു വിദ്യാർത്ഥി സമരം എങ്ങനെ ദേശീയ രാഷ്ട്രീയത്തെ കുലുക്കുന്നു? ഡൽഹിയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഒരു വിദ്യാർത്ഥി സമരം അതിന് ദേശീയ രാഷ്ട്രീയത്തെ കുലുക്കാൻ കഴിയുമോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ പലരും ആദ്യം ചിരിക്കാം. കുറച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചാൽ എന്ത് സംഭവിക്കാനാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. എന്നാൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ മറ്റൊരു സത്യമാണ് കാണാൻ കഴിയുന്നത്. ഈ രാജ്യത്ത് പല വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചത് വിദ്യാർത്ഥികളുടെ ശബ്ദമായിരുന്നു. ഇന്ന് വീണ്ടും ഡൽഹിയിൽ ഉയരുന്നത് അത്തരമൊരു ചോദ്യമാണ്. ഇതൊരു സാധാരണ പ്രതിഷേധമാണോ? അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ദിശ പോലും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കമാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇന്നത്തെ സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതിയാകില്ല. ചരിത്രവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും യുവജനങ്ങളുടെ മനോഭാവവും ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഡൽഹിയിലെ തെരുവുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും പ്രതിഷേധത്തിലാണ്. വിദ്യാഭ്യാസ സംവിധാനത്തിലെ സുതാര്യത, പരീക്ഷകളുടെ വിശ്വാസ്യത, യുവജനങ്ങളുടെ ഭാവി എന്നിവയാണ് അവരുടെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. എന്നാൽ ഈ പ്രക്ഷോഭം ഇപ്പോൾ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദേശീയ മാധ്യമങ്ങൾ ഇതിനെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിക്കുന്നു, സാമൂഹിക പ്രവർത്തകർ പിന്തുണ പ്രഖ്യാപിക്കുന്നു, സിനിമാ മേഖലയിലെ ചില പ്രമുഖർ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി സമരം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര വിഷയമായി മാറുന്നത്? ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ അതിന് ഉത്തരമുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് വിദ്യാർത്ഥികൾ വലിയ പങ്കുവഹിച്ചിരുന്നു. പിന്നീട് അടിയന്തരാവസ്ഥക്കെതിരായ പ്രക്ഷോഭങ്ങളിലും വിദ്യാർത്ഥികളുടെ സാന്നിധ്യം നിർണായകമായിരുന്നു. അസം പ്രക്ഷോഭം, മണ്ഡൽ കമ്മീഷൻ പ്രതിഷേധം, നിർഭയ സംഭവത്തിന് ശേഷമുള്ള രാജ്യവ്യാപകമായ പ്രതിഷേധം, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ വിദ്യാർത്ഥികളുടെ സമരങ്ങൾ ഇവയൊക്കെ ഒരേ കാര്യം തെളിയിക്കുന്നു: യുവജനങ്ങളുടെ പ്രതിഷേധം ഒരിക്കലും ഒരു ക്യാമ്പസിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് സമൂഹത്തിലേക്ക് വ്യാപിക്കും, സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കെത്തും. അതിനുശേഷം ഭരണകൂടം പ്രതികരിക്കേണ്ട സാഹചര്യമുണ്ടാകും. ഇപ്പോഴത്തെ ഡൽഹി സമരവും അത്തരമൊരു വഴിത്തിരിവിലേക്കാണോ പോകുന്നത് എന്നാണ് എല്ലാവരും നിരീക്ഷിക്കുന്നത്. ഈ സമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ച സമരമല്ല എന്നതാണ്. പ്രതിഷേധക്കാർ പറയുന്നത് വിദ്യാർത്ഥികളും സാമൂഹിക പ്രവർത്തകരും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളും ചേർന്നാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. എന്നാൽ സമരം ശക്തമാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിവിധ പ്രതിപക്ഷ നേതാക്കൾ വിഷയത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയത്. അവർ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, സർക്കാരിനെ വിമർശിക്കുന്നു, പാർലമെൻറ്റിലും വിഷയം ഉന്നയിക്കുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം: പ്രതിപക്ഷം പിന്തുണ പ്രഖ്യാപിക്കുന്നതോടെ സമരം രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമാകും. പക്ഷേ അതുകൊണ്ട് സമരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണെന്ന് പറയാനാവില്ല. അതുപോലെ ഭരണകൂടവും സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസ സംവിധാനത്തിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്നും നിയമപരമായ നടപടികൾ തുടരുകയാണെന്നും സർക്കാർ ആവർത്തിക്കുന്നു. അതേസമയം പ്രതിഷേധക്കാർ പറയുന്നത് മറ്റൊന്നാണ്: വാഗ്ദാനങ്ങൾ മാത്രം മതിയാകില്ല, വ്യക്തമായ നടപടികളാണ് വേണ്ടത്. ഈ രണ്ട് നിലപാടുകൾക്കിടയിലാണ് ഇപ്പോഴത്തെ സംഘർഷം. ഇവിടെയാണ് മറ്റൊരു നിർണായക ഘട്ടം കടന്നുവരുന്നത്. അത് സോഷ്യൽ മീഡിയ. മുമ്പ് ഒരു പ്രതിഷേധം അറിയിക്കാൻ പത്രമോ ടെലിവിഷനോ കാത്തിരിക്കേണ്ടി വന്നു. ഇന്ന് അങ്ങനെയല്ല. ഒരു വീഡിയോ, ഒരു പ്രസംഗം, ഒരു പോലീസ് നടപടി, ഒരു വിദ്യാർത്ഥിയുടെ അനുഭവം മിനിറ്റുകൾക്കുള്ളിൽ രാജ്യത്തുടനീളം എത്തുന്നു. അതാണ് ഇന്നത്തെ സമരങ്ങളുടെ ശക്തി. അതേസമയം അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. കാരണം തെറ്റായ വിവരങ്ങളും അതേ വേഗത്തിൽ പ്രചരിക്കാം. അതുകൊണ്ടാണ് ഓരോ വിവരവും പരിശോധിച്ച് മാത്രം വിശ്വസിക്കേണ്ടത്. ഇനി മറ്റൊരു ചോദ്യം: എന്തുകൊണ്ടാണ് പ്രമുഖർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്? ഒരു സമൂഹത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ ഒരേ ആവശ്യവുമായി തെരുവിലിറങ്ങുമ്പോൾ അത് പല മേഖലകളിലെയും ആളുകളുടെ ശ്രദ്ധ നേടും. ചിലർ നേരിട്ട് പിന്തുണ പ്രഖ്യാപിക്കും, ചിലർ സർക്കാരിനോട് സംവാദം ആവശ്യപ്പെടും, ചിലർ പ്രതിഷേധത്തിൻ്റെ രീതിയെ വിമർശിച്ചാലും ആവശ്യങ്ങൾ കേൾക്കണമെന്ന് പറയും. ഇതാണ് ജനാധിപത്യത്തിൻ്റെ സ്വഭാവം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, എന്നാൽ സംവാദങ്ങൾ തുടരേണ്ടതുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: ഈ സമരം ശരിക്കും ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമോ? ഇതിന് ഇപ്പോൾ ആരും ഉറപ്പായ ഉത്തരം പറയാനാവില്ല. പക്ഷേ ചില സാധ്യതകളുണ്ട്. ഒന്നാമതായി, വിഷയം പാർലമെൻറ്റിൽ കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യപ്പെടാം. രണ്ടാമതായി, വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടാം. മൂന്നാമതായി, പ്രതിഷേധം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാം. നാലാമതായി, സർക്കാർ പ്രതിഷേധ പ്രതിനിധികളുമായി നേരിട്ട് ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. അഞ്ചാമതായി, അന്വേഷണം പൂർത്തിയാകുന്നതനുസരിച്ച് തീരുമാനങ്ങൾ വരാം. ഇവയെല്ലാം സാധ്യതകളാണ്, ഉറപ്പായ സംഭവങ്ങളല്ല. ഒരു കാര്യം മാത്രം ഉറപ്പാണ്: ഇന്ന് ഡൽഹിയിൽ ഉയർന്ന ശബ്ദം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ദേശീയ ചർച്ചയെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമുണ്ട്: വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുമ്പോൾ അത് പലപ്പോഴും ഒരു പരീക്ഷയെക്കുറിച്ച് മാത്രമല്ല, അത് ഒരു തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുടെ പ്രകടനമായിരിക്കും. ആ ആശങ്ക എത്രത്തോളം ന്യായമാണ്? ആ ആവശ്യങ്ങൾക്ക് സർക്കാർ എങ്ങനെ പ്രതികരിക്കും?
രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? അതാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ പോകുന്നത്. അതിനാൽ ഡൽഹിയിൽ നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭത്തെ ഒരു സാധാരണ വാർത്തയായി മാത്രം കാണാൻ കഴിയില്ല. ഇത് ഇന്ത്യയുടെ ജനാധിപത്യം, വിദ്യാഭ്യാസം, യുവജനങ്ങളുടെ പ്രതീക്ഷകൾ, ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചുള്ള വലിയ ദേശീയ സംവാദത്തിൻ്റെ ഭാഗമാണ്. ഈ സംവാദം എവിടെ അവസാനിക്കും എന്നത് ആർക്കും പറയാനാവില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയുടെ ചരിത്രത്തിൽ പല വലിയ മാറ്റങ്ങൾക്കും തുടക്കം ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നായിരുന്നു. ഇന്ന് ഡൽഹിയിൽ ഉയരുന്ന ഈ ചോദ്യം അത്തരത്തിലൊന്നാകുമോ എന്നതാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്.